നമസ്കാരം. ഇന്നലെ CPM നേതാക്കളെല്ലാം മത്സരിച്ച് ചാനലിലൂടെ വലിയ കരച്ചിലിലായിരുന്നു. അവർക്കൊക്കെ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. സൈബർ സഖാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും കരഞ്ഞു. അവരൊക്കെ പറയുന്നു, മോദി ഞങ്ങളോട് വലിയ വഞ്ചന കാട്ടിയിരിക്കുന്നു. അതായത് ഭരണഘടനയും പ്രോട്ടോക്കോളും ലംഘിച്ചിരിക്കുന്നു. ദേശീയപാത എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രിയെ ഒഴിവാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതുകൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തില്ല. രാഷ്ട്രീയമാണ്, അവിവേകമാണ്, ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഇത്തവണ NH-66 ഉദ്ഘാടന പരിപാടി, പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. മുടങ്ങിപ്പോയ പദ്ധതിയാണ്, മരണപ്പെട്ട പദ്ധതിയാണ്. 2014 ഈ പദ്ധതി ഇനി കേരളത്തിൽ നടക്കില്ല, അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന് റിട്ടേണായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ച് അവരുടെ ഓഫീസും പൂട്ടിപ്പോയതാണ്. ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറ്. മറ്റ് പദ്ധതികൾക്ക് വേണ്ടി വെച്ച പണമാണ് ചെലവഴിക്കുന്നത്. 100-200 കോടിയല്ല, 5600 crore, 5600 കോടി. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചു. അങ്ങനെ ഇടപെട്ടു, അതിന് എത്രയോ തവണ അഭിനന്ദിച്ചു. എന്നാൽ ഇപ്പോൾ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം, യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH-66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കുന്നതിൽ LDF സർക്കാരിന് റോളില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞ കാര്യങ്ങളാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. രാമനാട്ടുകര അവിടെയാണ്, ആ മണ്ഡലത്തിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. സത്യത്തിൽ ഈ സഖാക്കളോട് സഹതാപമാണ്. അവരുടെ ഈ കരച്ചിൽ കാണുമ്പോൾ സങ്കടമാണ്. ഇവരുടെ ഒരു പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം ഓർക്കണം, സ്വന്തമായി 10 വർഷം കൊണ്ട് ഒന്നും ചെയ്യാതെ മറ്റുള്ളവർ ചെയ്തതൊക്കെ തങ്ങളുടെ പേരിലാക്കി മാറ്റിയിരിക്കുന്ന ഒരു സർക്കാരാണിത്. അവരിതുവരെ സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ചെയ്ത പ്രവൃത്തി അവരുടേതാക്കി മാറ്റി ക്രെഡിറ്റ് എടുക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ അവർ ഉയർത്തിക്കാട്ടുന്നത് റോഡെല്ലാം ശരിയായി എന്നതാണ്. റോഡെല്ലാം ശരിയായി ഓർക്കണം, നമ്മുടെ ശ്രീമതി ടീച്ചർ അടക്കമുള്ളവരെ പണ്ടൊരിക്കൽ ലൈവ് ചെയ്തിരുന്നു, അയ്യോ എന്തൊരു നല്ല റോഡ്, പിണറായി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും എല്ലാം മുഖച്ഛായ മാറുന്നു. പണ്ടത്തെ പട്ടണം പലയിടത്തും കാണാനില്ല. ഇത്ര വേഗത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന ജനങ്ങൾ പോലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിന് സമ്മതിച്ചേ പറ്റൂ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് അതിവേഗത്തിൽ പോകാൻ കഴിയത്തക്ക വിധത്തിൽ, ബുദ്ധിമുട്ടില്ലാതെ അപകടമില്ലാതെ പോകാൻ കഴിയത്തക്ക വിധത്തിൽ സർവീസ് റോഡുകൾ വേറെയുണ്ട് 2 ഭാഗത്തും. നാഷണൽ ഹൈവേ, അതിനാവശ്യമായിട്ടുള്ള പാലം, മറ്റു കാര്യങ്ങളെല്ലാം വേഗത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ LDF സർക്കാർ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹത്തായ സേവനം, വിസ്മരണീയമായിട്ടുള്ള ഒരു സേവനം. എത്ര അഭിനന്ദിച്ചാലും, LDF സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. ഈ നാഷണൽ ഹൈവേ നമ്മളൊരു സ്വപ്നമായിരുന്നു. നമ്മുടെ റിയാസ് അണ്ണൻ കൂടെ മോദിയുടെ റോട്ടിൽ പോയിട്ട് നെഞ്ചുവരിച്ച് നിന്ന് ഭയങ്കര ആവേശം കൊള്ളുകയും റോഡ് നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. കേരളത്തിലെ 9 ജില്ലകളിലൂടെ 600ഓളം കിലോമീറ്ററാണ് NH-66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു. 5600 കോടി രൂപ, ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25%. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടു കൂടി ദേശീയപാത അതോറിറ്റിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു. പൊതുമരാമത്ത് വകുപ്പ് 100ലേറെ യോഗമാണ് ഈ 2.5 വർഷത്തിനിടയിൽ വിവിധ സ്ട്രെച്ചുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത്.
ഓഫീസിലെ മീറ്റിങ്ങിന് പുറമെ ഞങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ച് മീറ്റിംഗ് നടത്തുന്നു. ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥ ഞങ്ങളടങ്ങിയ ടീം ഇതിനകം തന്നെ പല ജില്ലകളിലും സഞ്ചരിച്ചു. മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്നുള്ള സ്വപ്നം 2025 പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഇതെല്ലാം മഹത്താണ് എന്ന് പറഞ്ഞു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ദേശീയപാതയിൽ ഒരു വിള്ളൽ വീഴുകയോ ചില ഭാഗം ഇടിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്തു. അന്ന് പിണറായി വിജയൻ വന്ന് കൈ ഊരിപ്പോയതാണ്, ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ആണ് എന്ന് പറഞ്ഞ് തലയൂരിപ്പോയതാണ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും അതൊക്കെ ജനം മറന്നു, വിള്ളലൊക്കെ മറന്നല്ലോ. ഞങ്ങളുടെ റോഡ് എന്ന് പറയുമ്പോഴാണ് ഉദ്ഘാടനത്തിന് മോദി മുഹമ്മദ് റിയാസിനെ വിളിക്കാതിരുന്നത്. വാസ്തവത്തിൽ ഇതിനു മുമ്പും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പല ഉദ്ഘാടനങ്ങളും പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. അന്നൊന്നും മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രിയെ വിളിച്ചു. പക്ഷേ എന്നിട്ടിപ്പോൾ എന്തിനാണ് വിവാദം? അതാണ് വളരെ വിചിത്രമായ സംഗതി. മുഖ്യമന്ത്രി ബഹിഷ്കരിക്കുന്നു. ഈ കണ്ണുനീരിനൊന്നും ഒരു അർത്ഥവുമില്ല. ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കൈകാര്യം ചെയ്തത്. അത് വളരെ കൃത്യമാണ് ഈ കാര്യം. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. ഈ പദ്ധതിയിൽ എന്ത് റോളാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുള്ള? തള്ളൊഴികെ. നിങ്ങൾ കുറേ കാലം ഇത് തള്ളി, അതിനപ്പുറത്തേക്ക് ഒരു റോളുമില്ല. ആകെപ്പാടെ സംസ്ഥാന സർക്കാരിനുള്ള ഉത്തരവാദിത്വം, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെ. നഷ്ടപരിഹാരം സർക്കാർ തരും. 1/4 ഭാഗം, അതായത് ഒരു സ്ഥലം ഏറ്റെടുത്തവർക്ക് 10 ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ 7.5 ലക്ഷം രൂപയും കേന്ദ്രം തരും. 2.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെപ്പാടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ്, കേന്ദ്രത്തിന് അധികാരമില്ല. അതിൻ്റെ പേരിൽ നിങ്ങളുടേതാണ് ദേശീയപാത എന്ന തരത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഏക്കാതെ വന്നപ്പോൾ മോദിക്കും മനസ്സിലായി ഇത് ശരിയല്ല, ഇവന്മാരിതിന് മുതലെടുക്കും. അതുകൊണ്ട് മോദി നിങ്ങളെ ക്ഷണിച്ചില്ല. അതിന് മൈലേജ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ കരയുന്നു. നിങ്ങളുടെ കരച്ചിലിന് ഒരർത്ഥവുമില്ല. നിങ്ങൾ കാട്ടിക്കൂട്ടിയിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പിടികിട്ടി തുടങ്ങി. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ്, നാട്ടുകാരെ പറ്റിക്കുകയാണ്. സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തള്ളു മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിയാൻ മോദി ഒരു കാരണമായി. നിങ്ങൾ കരഞ്ഞിട്ടൊരു കാര്യവും എനിക്ക് പിടികിട്ടാത്തത് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ബഹളം വയ്ക്കുന്നത് എന്നത് മാത്രമാണ്. അപ്പം ഇത് തീരാത്തൊരു പാതയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഉള്ള തർക്കമാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല തർക്കത്തിൽ. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കേണ്ടതാണ്. അത് വിളിക്കാതിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല, അത് ഔദ്യോഗിക പരിപാടിയാണ്. നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവ് ചെയ്യുന്നതാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന ആ പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. പ്രിയപ്പെട്ട സതീശൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വള്ളിക്കെട്ടൊക്കെ പിടിക്കുന്നത്? മോദിയെയോ കേന്ദ്ര സർക്കാരിനോ കുറ്റം പറയാൻ, അവർ പൈസ മുടക്കി പണിത റോഡ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ വിളിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു റോളുമില്ല. എന്ത് റോളാണെന്ന് പറയൂ? ഒരു റോളുമില്ല. പിന്നെ ആരെയാണ് വിളിക്കേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. MP രാജേഷ് പറയുന്നു, എന്നോട് ആധാർ ചോദിച്ചു. SPGക്ക് MP രാജേഷ് ആരാന്നറിയില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ SPGയുടെ പുറത്ത് കയറിയിട്ട് കാര്യമുണ്ട്. ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്ന VIPകൾക്കുള്ള പ്രത്യേകമായ പാസുമായിട്ട് എത്തിയപ്പോൾ SPG ഉദ്യോഗസ്ഥർ എന്നോട് ആധാർ കാർഡ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ച പ്രത്യേക പാസിന് പുറമെ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു അപമാനിക്കലാണ്. ഞാൻ പറഞ്ഞു സൗകര്യപ്പെടില്ല. അവർ നിർബന്ധം പറഞ്ഞു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കയറി. ഞാൻ പറഞ്ഞു എനിക്ക് കയറണം നിർബന്ധമില്ല, ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നില്ല. SPGയുടെ ജോലിയാണ് ആര് വന്നാലും ഏത് വലിയ പ്രമുഖനാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ജീവൻ ഉറപ്പാക്കാൻ അവർ ആധാർ ചോദിക്കും. അത് ചോദിച്ചതിന് പേരിൽ നിങ്ങൾ മോങ്ങിയിട്ട് കാര്യമില്ല. ദയവായി ഇങ്ങനത്തെ വള്ളിക്കെട്ടൊന്നും ഈ കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും പിടിക്കരുത്. ഈ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടാണ് CPM ഇതുവരെ മുമ്പോട്ട് പോയത്. ആ പറ്റിക്കൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ BJPക്ക് കഴിഞ്ഞു. നിങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നതിന് പകരം, ഇല്ലെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്നതിന് പകരം ഈ ഉഡായിപ്പിന് കൂട്ടുനിൽക്കരുത്. എന്തായാലും CPMൻ്റെ ഈ വികസന പൊള്ളയുടെ
തനി നിറം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മോദിക്കും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യങ്ങൾ ഈ കള്ളത്തരം തുറന്ന് കാണിച്ചതിന്.